നിസ്കാരത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു മസ്അല നമുക്ക് പഠിച്ചാലോ? അധിക പേരും അശ്രദ്ധമായി പോകുന്ന എന്നാൽ വളരെയേറെ ഗൗരവമുള്ളൊരു കാര്യമാണ് വിശുദ്ധമായ നമ്മുടെ നിസ്കാരം. ആ നിസ്കാരത്തിൽ നാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാറുണ്ട്. പലരും പല കോലത്തിലാണ് കെട്ടുന്നത്. എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്ന് ആർക്കും ശ്രദ്ധിക്കാറില്ല. എന്നാൽ വിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത് എങ്ങനെയാണ്? തക്ബീറത്തുൽ ഇഹ്റാമും നമ്മുടെ കൈ ഉയർത്തലും ഒരേ സമയത്ത് തുടങ്ങി ഒരേ സമയത്ത് അവസാനിക്കണം. അല്ലാഹു അക്ബർ ഇവിടെ അവസാനിക്കണം, പിന്നീട് താത്തി കെട്ടണം. തുടങ്ങുന്നത് താഴെ നിന്ന് കൈ ഉയർത്താൻ തുടങ്ങുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങണം. അല്ലാഹു അക്ബർ. ഇതാണ് സുന്നത്തായ രൂപം. ശ്രദ്ധിക്കുമല്ലോ. നിസ്കാരത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു മസ്അല നമുക്ക് പഠിച്ചാലോ? അധിക പേരും അശ്രദ്ധമായി പോകുന്ന എന്നാൽ വളരെയേറെ ഗൗരവമുള്ളൊരു കാര്യമാണ് വിശുദ്ധമായ നമ്മുടെ നിസ്കാരം. ആ നിസ്കാരത്തിൽ നാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാറുണ്ട്. പലരും പല കോലത്തിലാണ് കെട്ടുന്നത്. എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കുന്നു എന്ന് ആർക്കും ശ്രദ്ധിക്കാറില്ല. എന്നാൽ വിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടേണ്ടത് എങ്ങനെയാണ്? തക്ബീറത്തുൽ ഇഹ്റാമും നമ്മുടെ കൈ ഉയർത്തലും ഒരേ സമയത്ത് തുടങ്ങി ഒരേ സമയത്ത് അവസാനിക്കണം. അല്ലാഹു അക്ബർ ഇവിടെ അവസാനിക്കണം, പിന്നീട് താത്തി കെട്ടണം. തുടങ്ങുന്നത് താഴെ നിന്ന് കൈ ഉയർത്താൻ തുടങ്ങുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങണം. അല്ലാഹു അക്ബർ. ഇതാണ് സുന്നത്തായ രൂപം. ശ്രദ്ധിക്കുമല്ലോ. നിസ്കാരത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു മസ്അല നമുക്ക് പഠിച്ചാലോ? അധിക പേരും അശ്രദ്ധമായി പോകുന്ന